പുതുവർഷത്തിൽ ആദ്യമായി ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ ഫ്ലോപ്പായിപ്പോയി. കരിമീൻ പിടിച്ച അത് ഹുക്കിനകത്ത് അന്നേരം തന്നെ ഇളകി അങ്ങ് പോയി. ഈ വർഷം കിട്ടിയ ആദ്യത്തെ കരിമീൻ തന്നെ കൈ പിടിക്കുന്നതിന് മുമ്പ് അത് ചൂണ്ടയിൽ നിന്ന് ഇളകി അങ്ങ് പോയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയതാണ്, മീനൊന്നും കിട്ടിയില്ല. കുറേ നേരം ചൂണ്ടയിട്ട് നോക്കി അങ്ങനെ മീൻ കിട്ടാഞ്ഞിട്ട് അടുത്ത സൈറ്റിലോട്ട് പോയി. അവിടെയും ഇതൊക്കെ തന്നെ ശോകം, മീനൊന്നുമില്ല. അങ്ങനെ പിന്നെ കാസ്റ്റ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും കുറേ നേരം നിന്ന് തീറ്റ കൊടുത്ത് കരിമീൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന തീറ്റ എന്തായാലും ഞാൻ തീർത്ത്. എന്നിട്ട് പോലും ഒരെണ്ണം അടിച്ചില്ല. നേരത്തെ ഒരെണ്ണം ഇളകിപ്പോവേണ്ടായിരിക്കും പിന്നെ അടിക്കാഞ്ഞത്. ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നല്ല തണുപ്പൊക്കെയാണ്. കായലൊക്കെ ഇതോ മൂടൽ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുക, അങ്ങ് ദൂരെ കാണാനൊന്നും പറ്റത്തില്ല. സാധാരണ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് വള്ളമൊക്കെ പോകുന്ന കാണുന്നതാണ്. ഇപ്പോൾ ദൂരെയുള്ള വള്ളമൊന്നും കാണാൻ പറ്റത്തില്ല. കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മീനൊക്കെ കിടന്ന് ഇഷ്ടംപോലെ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഉടക്കുന്നതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കായൽ മൊത്തം ഇഷ്ടംപോലെ പൊടിക്കൊഞ്ച് കിടപ്പുണ്ട്. അതിനെ തിന്നാൻ വരുന്ന പാരപ്പൊടിയൊക്കെ അത്. യാദൃശ്യമായിട്ടാണ് നമുക്ക് പാരപ്പൊടി ചൂണ്ടയിൽ ഉടക്കാറുള്ളത്. കാരണം നമ്മൾ തീറ്റ ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് ചൂണ്ട തിരിച്ച് വലിക്കുന്ന സമയത്ത് ഈ തിളക്കം കണ്ട് ഓടിയൊന്ന് കൊത്തുന്നതാണ്. അല്ലേ പിന്നെ ഇതിന് കൊഞ്ചിടണം, ജീവനുള്ള കൊഞ്ചിടണം. കൊഞ്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാരപ്പൊടി ഇഷ്ടംപോലെ കിട്ടും. വെറും പൊടി കൊഞ്ചായതുകൊണ്ട് നമുക്ക് ചൂണ്ടയിൽ കൊളുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ അത് കോരാത്തതും. കോരിക്കഴിഞ്ഞാൽ നമുക്ക് പാരപ്പൊടി കിട്ടുമായിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തം ഷോകമാണെന്ന് കരുതിയിരുന്നു. എന്തായാലും എനിക്കൊരു എമ്മണ്ട സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സൈസ് സാധനം എനിക്ക് അടിച്ചേക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കാതെ അടിച്ചൊരു വലിയൊരു മീനായത്. കറക്റ്റ് ആ സമയത്ത് തന്നെ എൻ്റെ ക്യാമറയുടെ ചാർജും തീർന്ന് ഓഫായതുകൊണ്ട് എനിക്ക് അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. വണ്ടിക്കകത്ത് കുത്തി ചാർജ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുത്തതും. കുറേ നേരം എടുത്ത് ചാർജ് ചെയ്യണം. വണ്ടിയിലായതുകൊണ്ട് ചാർജ് കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എനിക്ക് കിട്ടിയ സൈസ് അഴുകയായത്, നല്ല എമ്മണ്ട സൈസ്. ഇത് വീഡിയോ കാണുമ്പോഴത്തേക്കും ചെറുതായിട്ട് തോന്നും, എന്നാലും ഇത് 1 കിലോ പുറത്തുണ്ടായിരുന്നു. നല്ല സൈസ് സാധനമായിരുന്നാലും എൻ്റെ കൈയുടെ വലിപ്പം കണ്ട നല്ല വലിയൊരു മീനായത്. ഇന്നത്തെ ചൂണ്ടയിടൽ ഇവിടെ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. എന്തായാലും ഇനി നിന്ന് കാസ്റ്റ് ചെയ്താലും മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇനി കാസ്റ്റ് ചെയ്യാൻ മെനക്കെടാൻ നിൽക്കുന്നില്ല. തണുപ്പൊക്കെ മാറി ഒരുവിധം വെയിലൊക്കെ ആയിട്ടുണ്ട്. ഇതിനെ ഇനി വീട്ടിൽ കൊണ്ട് സെറ്റാക്കി വറുത്തടിക്കണം. ഇതിനെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം നല്ല വഴുവഴുപ്പുണ്ട്. ഇതിന് പിടിക്കുമ്പോൾ തെന്നിപ്പോവും. പിന്നെ തെന്നുവന്നുമ്പോൾ അതിൻ്റെ ചെകിളയുടെ ഇടയ്ക്ക് കൂടെ കൈയിട്ട് പിടിക്കാൻ പറ്റത്തില്ല. അത് മറ്റേ മീനെയൊക്കെ പിടിക്കുന്നതാണൊക്കെ ഇതിനങ്ങനെ പിടിക്കാൻ പറ്റില്ല. പിടിച്ചു കഴിഞ്ഞാൽ മാതിരി മുള്ളാന്നോ പല്ലാന്നോ എന്തോന്നറിയാൻ വയ്യ. കൈ അങ്ങ് ഉടക്കിയിരിക്കത്തുള്ളൂ. തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. എന്തായാലും ഞാൻ പിടിച്ച സമയത്ത് തന്നെ അതിൻ്റെ വായിൽ വേറൊരു മീനുണ്ടായിരുന്നു. വേറെ മീനെ തിന്നിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാസ്റ്റ് ചെയ്തപ്പം അതിനകത്തും വന്ന് പിടിച്ച്. വെപ്രാളം പിടിച്ച മീനാണെന്ന് തോന്നുന്നു. ഒരു സമയത്ത് 2-3 മീനെയൊക്കെ പിടിച്ച് തിന്നുന്ന കണക്കുണ്ടത്. ഞാൻ ഈ മീനെയും പിടിച്ചിട്ട് കാലുവാരത്ത് നേരിട്ട് കുറേ നേരമായി. എന്നിട്ടും ചത്തട്ടൊന്നുമില്ല ഇത്. അങ്ങനെ പെട്ടെന്ന് ചാവുന്ന മീനൊന്നുമല്ല ഇത്. അഴുകയുടെ പ്രത്യേകത എങ്ങനെ, കരയിൽ കിടന്നാൽ 1 മണിക്കൂർ അടുപ്പിച്ച് ജീവനോടെ കാണും. എന്നിട്ട് കുറേ നേരം ആയല്ലോ, ജീവനുണ്ടോ എന്ന് അറിയാനിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കിയതാണ്. എന്നാലും അനക്കമുണ്ട് ഇത്. നീന്തത്തൊന്നുമില്ല, അനങ്ങാതെ അങ്ങനെ കിടക്കാം. ആളനക്കം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അനങ്ങാതെ കിടക്കുന്നുണ്ട്. എന്തായാലും ചെകിളയൊക്കെ ഇട്ട് അനക്കുന്നുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരുന്നത് ഞാൻ. കുറേ നേരം വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് കരുതി. വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനടുത്ത് എൻ്റെ കലാപരിപാടികൾ ഞാനങ്ങ് തുടങ്ങി. ആദ്യം തന്നെ എൻ്റെ വായിക്കാതിരിക്കുന്ന മീൻ എന്തുവാണെന്നറിയാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു എൻ്റെ വായിക്കാതിരിക്കുന്ന മീനൊക്കെ പുറത്തെടുക്കാനായിട്ട്. ഒരു കത്രയെ വെച്ച് കുത്തി വായൊക്കെ തുറന്ന് പിടിക്കാൻ വലിയ പാടാണ്. കുത്തിയെ കുറേ കഷ്ടപ്പെട്ടെന്തായാലും ഞാൻ പുറത്തെടുത്തത്. ഇതെല്ലാം കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് പുറത്തെടുത്തപ്പം ഞുണ്ണയായിരുന്നു എൻ്റെ വായിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഞുണ്ണയെന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. മത്തി കണക്കിരിക്കുന്ന ഒരുപാട് മുള്ളുള്ള മീനായത്. മത്തിയും കാട്ടി ഇച്ചിരി മുള്ള് കൂടുതലായി മീൻ. കറി വെച്ചാലൊക്കെ തിന്നാൻ ഭയങ്കര പാടാണ്. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതിസാഹസികമായിട്ട് എന്തായാലും ഞാൻ ആ മീൻ പുറത്തെടുത്ത്. അതിൻ്റെ പല്ലൊക്കെ തട്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു എടുക്കാനൊക്കെ. എന്നാലും അത് പുറത്തെടുത്തപ്പോൾ മീൻ കുറേ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയും മെനക്കെടുത്തിച്ച് ഈ മീനായതുകൊണ്ട് ഇതിന് ഫ്രൈ ചെയ്ത് അടിച്ചിട്ട് ഇനി എന്തായാലും വേറെ എന്ത് പരിപാടിക്കാണ് ഞാൻ പോകുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.